ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കൂടെ തെങ്കാശിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലൊന്ന് കയറിയിട്ടാണ് പോകുന്നത്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇത്തവണ ഫാമിലി ആയിട്ടാണ് ഞാൻ തെങ്കാശിയിലോട്ട് പോകുന്നത്. കഴിഞ്ഞ വട്ടത്തിനേക്കാൾ കാറ്റ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു, ഞങ്ങളെ പറത്തെടുത്തുകൊണ്ട് പോകുന്ന കാറ്റായിരുന്നു. ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കും, അപ്പം മഴ പെയ്യും. അങ്ങനെയായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ. കാറ്റോട് കാറ്റായിരുന്നു. നമ്മൾ പറന്ന് പാത്ത തന്നെ ബാക്കി അമ്മാതിരി കാറ്റായിരുന്നു. കുറച്ച് നേരം കൂടി അവിടെ നിന്നപ്പോഴത്തേക്ക് ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി കിടക്കുമായിരുന്നു. അപ്പോഴേ നമുക്ക് തോന്നി ഇനി നല്ല മഴയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ മലയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വെയിലൊന്ന് കണ്ടത്. ഞങ്ങൾ പിന്നെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വീഡിയോ എടുത്ത പാടമാണ് ഗൈസ് ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിലോട്ട് മൊത്തം പൂക്കളായിരുന്നു. അന്ന് വന്നപ്പോൾ ഇത്രയും പൂക്കളോ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ ചാറ്റൽ മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. അന്ന് വന്നപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടാണ് ഇതിനകത്ത് കയറിയത്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് 25 രൂപ വെച്ച് കൊടുത്തിട്ടാണ് കയറിയത്. ഇവളോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തരാൻ, നേരെ ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ അവൾ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വീഡിയോ മൊത്തം കോളമാക്കി ചളവാക്കി. പിന്നെ പെട്ടെന്നൊന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവൾ അന്യനായിട്ട് മാറുകയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇത്രയും നേരം നിന്ന പാടത്തിൻ്റെ ബാക്കിലായിട്ട് ഇവരുടെ തന്നെ വേറൊരു പാടം ഉണ്ടായിരുന്നു. ആ പാടത്തിൽ ആളേ ഇല്ലായിരുന്നു കേട്ടോ. ഇതിനേക്കാൾ ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു. പിന്നെ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. ചൂട് കാരണം പിന്നെ അങ്ങോട്ട് നിൽക്കാനേ വയ്യായിരുന്നു, അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ അവൾ പറഞ്ഞ് നമുക്ക് ഇത് വീട്ടിലൊക്കെ നടാമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ സീഡ് വാങ്ങിക്കാനെന്നും പറഞ്ഞിട്ട് പുള്ളി എടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് വിലയൊക്കെ പിശുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ കുട്ടനാലത്തോട്ടാണ് വന്നത്. ഇവിടുത്തെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. 70 രൂപ അടച്ചതിന് ശേഷം ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി കഷ്ടപ്പെട്ടു. നീണ്ട 1.5 മണിക്കൂറത്തെ അലച്ചിലിനൊടുവിൽ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് കുട്ടനാലത്ത് കയറി. നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോണു ഗൈസ്. ബൈ.